കടയിൽ ഊണിൻ്റെ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് മനസ്സിലേക്കൊരാഗ്രഹം അങ്ങോട്ട് തോന്നും. പിന്നെ ഒന്നും നോക്കൂല, ഉള്ളത് കൊണ്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടുകൂട്ടാ. അപ്പം നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുമല്ലോ, അങ്ങനെ ഏത്തപ്പഴം കുറച്ച് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു പഴുത്ത ഏത്തപ്പഴം എടുത്ത് കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത്, പിന്നെ അനിയത്തി തേങ്ങ ഉണ്ടായിരുന്നു, നല്ല പച്ച തേങ്ങയല്ലേ, ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത, അതും അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് ഗോതമ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നറിയാമോ, ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്ത്. അപ്പം നോക്കുമ്പോഴോ അതേ പൊടി കുറവ് വെള്ളവും കൂടുതൽ, പിന്നൊന്നും നോക്കിയില്ല, കുറച്ച് പൊടിയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ മറയൂർ പോയി ശർക്കര മേടിച്ച സമയത്താണ് ഈ ഒരു അട ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ശർക്കര ഇടോളായിരുന്നു കേട്ടോ. പക്ഷേ ഇത് അപ്പഴല്ല, ഇത് അതിക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. ചപ്പാത്തി മാവ് പോലെ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എന്തിലാണ് ഉണ്ടാക്കാൻ പോണെന്ന് അറിയാമോ? നമ്മളെ വാഴയിലയും പരത്തിയിലയും കറുകലയും വെച്ചിട്ടൊന്നല്ല ഉണ്ടാക്കണത്, ഓല വെച്ചിട്ടാണ് നമ്മൾ ഈ അട ഉണ്ടാക്കാൻ പോണത്. അപ്പം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഓലയൊക്കെ വെട്ടിക്കൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് എന്ത് ചെയ്യുന്ന ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവ് വേണമല്ലോ, അല്ലെങ്കിൽ വലുതൊക്കെ ആണെങ്കിൽ പൂട്ടാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളല്ലേ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ആകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതിന് ഇച്ചിരി മാവങ്ങാട് എടുത്തിട്ടേ കൈയും കൊണ്ട് ഇതേപോലെ അങ്ങാട് ആക്കിയിട്ട് അതിനുള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടോ. വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഞാനിതൊന്നും മടക്കാമെന്ന് വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് ആകണില്ല. എന്നാൽ പിന്നെ മറ്റേ ഒരു ഓലയും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതേപോലെ പ്രസ് ചെയ്യണേന് കറക്റ്റ് ലെവലായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ ഓലയുടെ ഒരു നാര് വെച്ചിട്ട് ഇതൊന്ന് കെട്ടിയും കൂടി കൊടുത്തിട്ടാ. അപ്പം അത് കെട്ടിയൊക്കെ പിടിച്ചു വന്നപ്പോൾ അത് ഇതേപോലെ ഉണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇതേപോലെയൊക്കെ ചെയ്തെടുത്ത് അങ്ങനെ കണ്ട മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്തെടുത്തെന്നും പറഞ്ഞാൽ കുറേ അങ്ങോട്ട് മാവൊന്നും എടുത്തില്ല, കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേണ്. കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴിത്തിട്ടാണ് ഇട്ടെടുത്തത്, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും പോലെ ഒട്ടി കിട്ടൂലല്ലോ. എൻ്റെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആവി കയറി സാധനം വെന്തൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാകുമ്പോൾ ചൂടാണെന്നാ ഒന്നും നോക്കൂല, ആക്രാന്തം മൂത്ത് അങ്ങോട്ട് കഴിക്കും. അങ്ങനെ ഞാൻ ഓലയിൽ ചൂടൊന്നും അറിയില്ല കേട്ടോ, വേഗം പൊളിച്ച് ഇങ്ങനെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പഴമൊക്കെ ചേർത്തുകൊണ്ടിട്ട് ആ ഒരു ടേസ്റ്റ് തന്നെയുള്ളൂ. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കഴിക്കാൻ തോന്നില്ലേ. അങ്ങനെയാണ് ഇത് ഞാൻ കഴിച്ചത് കേട്ടോ. നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കും, ഒരു വെറൈറ്റി അല്ലേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആകാമല്ലോ, വാഴയിലെ തന്നെ വെച്ച് ഉണ്ടാക്കണമെന്നില്ലല്ലോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക് യു.